പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും വെല്ലുവിളിച്ച ക്രിമിനൽ കേസ് പ്രതി അർജുൻ ആയങ്കിയുടെ റിമാൻഡ് റിപ്പോർട്ട് പുറത്ത്. ജാമ്യം ലഭിച്ചാൽ സമാന കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുമെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ. അന്വേഷണവുമായി സഹകരിക്കാതെ ഒളിവിൽ പോകാൻ സാധ്യതയുണ്ടെന്നും കുറ്റകൃത്യം ചെയ്യുന്നവർക്ക് പ്രചോദനമാകുമെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ. വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നു. അതുല്യ, എന്തായാലും റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ജാമ്യം ലഭിച്ചാൽ സമാന കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുമെന്നൊക്കെയാണ് ഇപ്പോൾ റിപ്പോർട്ടിൽ പറയുന്നത്. മറ്റെന്തെല്ലാം വിവരങ്ങളാണ് റിപ്പോർട്ടിൽ പറയുന്നത്? കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? അരുണിമ, നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ, അതുപോലെ തന്നെ ഒരു സ്റ്റേറ്റിൻ്റെ ആഭ്യന്തരമന്ത്രിയെയും സർക്കാരിനെയും തന്നെ വെല്ലുവിളിച്ച് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പരസ്യമായി പ്രസ്താവനകൾ നടത്തി ഒളിവിൽ കഴിയുകയായിരുന്ന അർജുൻ ആയങ്കിയെ ഇന്ന് പുലർച്ചെ 2:30 പോലീസ് പിടികൂടിയത്. അതിലിപ്പോൾ ആഭ്യന്തരമന്ത്രിക്കെതിരായ വെല്ലുവിളി, അല്ലെങ്കിൽ ആ ഒരു കേസിലാണ് കൂത്തുപറമ്പ് മജിസ്ട്രേറ്റിൻ്റെ ഈ ഒരു നടപടി, റിമാൻഡ് ചെയ്ത നടപടി ഉണ്ടായിരിക്കുന്നത്. റിമാൻഡ് റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത് ആയങ്കിയുടെ കുറ്റകൃത്യങ്ങൾ ഓരോന്നായി എണ്ണി പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു റിമാൻഡ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ ഇതുവരെ ആയങ്കി നടത്തി, അതായത് കോതമംഗലം സ്റ്റേഷനിലെയും അതുപോലെ തന്നെ ഊന്നുകൽ സ്റ്റേഷനിലെയും എല്ലാം പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ ഭീഷണികൾ, അവരുടെ കുടുംബത്തെ അടക്കം അപമാനിക്കുന്ന തരത്തിലുള്ള, അതുപോലെ തന്നെ അശ്ലീലം പറയുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ, സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള വെല്ലുവിളികൾ, ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും എതിരായ പോസ്റ്റുകൾ, അതുപോലെ തന്നെ ഇത്തരത്തിൽ കാപ്പ ചുമത്തുന്നതിനുള്ള ഒരു സാധ്യത അടക്കം ചൂണ്ടിക്കാണിക്കുന്ന രീതിയിൽ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ അക്കമിട്ട് പറഞ്ഞുകൊണ്ടാണ് റിമാൻഡ് റിപ്പോർട്ട് പുറത്തിറക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ആയങ്കിക്ക് ജാമ്യം നൽകുന്നത് അത് നിഷേധിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ എതിർത്തുകൊണ്ടാണ് ഈ റിമാൻഡ് റിപ്പോർട്ട് ഉള്ളത്. ജാമ്യം നൽകുന്നത് പ്രതിയെ ഇത്തരത്തിൽ സമാനമായ കുറ്റകൃത്യം ആവർത്തിക്കാനുള്ള ഒരു അവസരം നൽകുന്നത് പോലെ ആയിരിക്കുമെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. പ്രതി പുറത്തിറങ്ങുകയാണെങ്കിൽ സമാന രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, അന്വേഷണവുമായി സഹകരിക്കാതെ പ്രതി വീണ്ടും ഒളിവിൽ പോകുകയും ചെയ്യും എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ വിവിധ കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരു കുറ്റവാളിക്ക് ജാമ്യം നൽകുന്നത് കുറ്റകൃത്യം നടത്തുന്ന മറ്റുള്ളവർക്കൊരു പ്രചോദനമാകും എന്നും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. അതുപോലെ തന്നെ ഈ സാമൂഹിക മാധ്യമങ്ങളിൽ ഒളിവിൽ കഴിയുന്ന സമയത്തും അർജുൻ ആയങ്കിയുടെ വിവിധ പോസ്റ്റുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. ഈ പോസ്റ്റുകൾ, അത് പങ്കുവച്ച ഫോൺ, ഇതെല്ലാം തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കണം. അർജുൻ ആയങ്കിയുടെ നിലവിലുള്ള ഒരു ഫോൺ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എന്നാൽ മറ്റൊരു ഫോൺ കൂടി കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ്. ഈ പോസ്റ്റുകൾ പലതും പങ്കുവച്ചിരിക്കുന്ന ഫോൺ മറ്റൊന്നാണ്, അതുകൂടി കണ്ടെത്തേണ്ടതുണ്ട്. ആ ഫോണും പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ പൊതുജന സമാധാനം ലംഘിക്കുന്നു, അതായത് ഒരു ലഹളയ്ക്ക് അല്ലെങ്കിൽ ഒരു കലാബാഹ്വാനത്തിൻ്റെ സ്വഭാവത്തിലുള്ളതുമായ പോസ്റ്റുകളാണ് ആയങ്കി പങ്കുവച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്വേഷപരമായ പരാമർശം അടങ്ങുന്ന പോസ്റ്റുകൾ, ഒരു ലഹള ഉണ്ടാക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി പ്രചാരണം നടത്തുക മുതലായ കുറ്റങ്ങളും ആയങ്കിക്കെതിരെ ചുമത്തണം എന്നും, അതുപോലെ തന്നെ പ്രകോപനമുണ്ടാക്കുന്ന വെല്ലുവിളി നടത്തി പൊതുമാധ്യമത്തിലൂടെ അശ്ലീല വാക്കുകൾ ഉപയോഗിച്ചു മുതലായ കാര്യങ്ങളും ആയങ്കിയുടെ പേരിൽ ചുമത്തേണ്ട കുറ്റങ്ങളായി റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല, ആയങ്കിയെ പുറത്തുവിടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുകയാണെങ്കിൽ പ്രതി തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഫോൺ ഇനിയും കണ്ടെത്താനുണ്ട്. അപ്പോൾ ആ ഫോൺ കണ്ടെത്താത്ത പക്ഷം അർജുൻ ആയങ്കിക്ക് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ ആ ഫോൺ നശിപ്പിക്കുന്നത്, അതുപോലെ തന്നെ മറ്റ് ഒളിവിൽ കഴിയുന്ന സമയത്ത് ഉപയോഗിച്ച മറ്റ് ഫോണുകൾ, അതുപോലെ തന്നെ സാമൂഹിക മാധ്യമ പോസ്റ്റുകൾ പങ്കുവയ്ക്കാൻ ഉപയോഗിച്ച ഡിജിറ്റൽ ഉപകരണങ്ങൾ, അവയെല്ലാം തന്നെ തെളിവുകൾ നശിപ്പിക്കാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട് എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്തായാലും അർജുൻ ആയങ്കിയെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെ 2:30 അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിലെടുത്തത്. അതായത് അഭിഭാഷകരുടെ ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. തളിപ്പറമ്പിൽ ഒരു ലോഡ്ജിലായിരുന്നു ഒളിത്താവളം ഉണ്ടായിരുന്നത്. കുറേ ദിവസങ്ങളായി അവിടെ ഒളിവിൽ കഴിയുകയായിരുന്നു. എന്നാൽ പോലീസിന് തൻ്റെ ലൊക്കേഷൻ മനസ്സിലായി, അല്ലെങ്കിൽ ഒളിത്താവളം മനസ്സിലായി എന്ന് പിടികിട്ടിയതോടെ ആയങ്കി പയ്യന്നൂർ ഭാഗത്തേക്ക് കടക്കുകയായിരുന്നു. അതിലൊരു ഓട്ടോ ഡ്രൈവറുടെ ഇടപെടലാണ് ഇപ്പോൾ ഈ ഒരു അറസ്റ്റിന് സഹായകമായത് എന്നുള്ളതാണ്. പയ്യന്നൂർ ഭാഗത്തേക്ക് പോകാനായി അർജുൻ ആയങ്കി ഒരു ഓട്ടോയിൽ കയറുകയും ഓട്ടോയിൽ ഇരുന്നു കൊണ്ട് ഒരു സുഹൃത്തിനെ ഫോണിൽ കാറുമായി വരാൻ നിർദ്ദേശിച്ച കാറിൽ കയറി പോവുകയുമായിരുന്നു. എന്നാൽ ഈ ഓട്ടോ ഡ്രൈവർ കാറിൻ്റെ വിവരങ്ങളടക്കം പോലീസിന് നൽകി. ഈ കാറിൻ്റെ വിവരങ്ങളും അതുപോലെ തന്നെ അർജുൻ ആയങ്കി തൻ്റെ ഓട്ടോയിൽ ഇന്ന ഭാഗത്ത് ഇറങ്ങി ഇന്ന ഭാഗത്തേക്ക് പോയി മുതലായ വിവരങ്ങൾ നൽകുകയുമായിരുന്നു. അതിനെ തുടർന്ന് CCTV പരിശോധിച്ചുകൊണ്ട് കാർ എങ്ങോട്ടാണ് പോയത് എന്ന് CCTVയിലൂടെ കാർ കണ്ടുപിടിക്കുകയും അത് പിന്തുടർന്ന് അർജുൻ ആയങ്കിയുടെ ഈ അഭിഭാഷകരുടെ ഫ്ലാറ്റിലെത്തി അവിടെ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. ഈ ഫ്ലാറ്റിൽ പോലീസ് എത്തിയപ്പോൾ അർജുൻ ആയങ്കി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെന്നും ഓടിച്ചിട്ട്
പിടികൂടുകയാണ് ചെയ്തതെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഉത്തരമേഖല DIGയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആയങ്കിയെ കസ്റ്റഡിയിലെടുത്തത്. എന്തായാലും അതിനുശേഷം നേരെ കൂത്തുപറമ്പ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. അവിടെയാണ് ഇപ്പോൾ അർജുൻ ആയങ്കിയെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. എന്തായാലും അർജുൻ ആയങ്കിയുടെ റിമാൻഡ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും ജാമ്യം ലഭിക്കുകയാണെങ്കിൽ സമാന കുറ്റകൃത്യങ്ങളൊക്കെ ആവർത്തിക്കുമെന്നാണ് ഈ ഒരു റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ഒളിവിൽ പോകാനുള്ള സാധ്യതയുണ്ടെന്നും തെളിവുകളൊക്കെ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ടെന്നും ഒക്കെ ഉള്ള വിവരങ്ങളൊക്കെ ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് അതുല്യ രാമചന്ദ്രൻ. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും കൂടിയ വില അല്ലേ? അതെ. 22 വർഷത്തെ പാരമ്പര്യമുള്ള 50-ലേറെ ബ്രാഞ്ചുകളുള്ള നിങ്ങളുടെ സ്വന്തം അച്ചയൻസ് ഗോൾഡ്.